ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനം കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ പറ്റണവർ അടിയിൽ കമൻറ്റ് ചെയ്യും. ഇനി അല്ലാത്തവർക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഈ സാധനമാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ക്യാരറ്റാണോ അതോ ഈ ഐസ്ക്രീമാണോ ചിന്തിക്കേണ്ട, അത്രയ്ക്കിലും ഓരോന്നും പോകണ്ട. ആ ചിന്ത ഈ വരക്കുന്നത് കാണുമ്പോൾ മാറും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? ഇനി കിട്ടാത്തവർക്കോട് പറഞ്ഞുതരാം. ഇതൊരു കോണാണ്. കോണ് മീൻസ് നമ്മുടെ ചോളൻ. അത് തന്നെ. ഇത് പുഴുങ്ങി തിന്നാനും ചുട്ട് തിന്നാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഞാൻ പച്ചക്കും തിന്നു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. പിന്നെ ഈ കുത്തി വരക്കുന്നത് കണ്ടിട്ട് ഞാനൊരു വലിയ ആർട്ടിസ്റ്റാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇതൊക്കെ ചുമ്മാ ഒരു ഷോ ആണ്. ഈ വരച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിൻ്റെ അപ്പുറത്തെ തൊലികളൊക്കെ വരുമ്പോൾ ഈ വരക്കെ വീണ്ടും ഞാൻ വരയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതൊക്കെ മാഞ്ഞു പോവുകയാണ്. ഒന്നാമത് നമ്മുടെ സോയിൽ ക്ലേ അല്ല, അതുകൊണ്ട് ഒന്നുകൊണ്ട് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും വേഗം പാടൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ ഇനി അടുത്തതായി പപ്പടം പരത്തുന്ന പോലെ പരത്തിയെടുക്കാം നമുക്ക്. ഞാൻ ഈ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ പരത്തൽ. ഞാൻ എല്ലാവരും പരത്തനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാനിതൊന്നും നോക്കിയില്ല. സംഭവം നന്നായി രസമുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പരത്തന ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ലീഫ് പോലെ നമുക്കിതിന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കോണിൻ്റെ രൂപമായി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഒട്ടിച്ചെടുക്കാം. പിന്നെ ഈ കോണ് ഇനി നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ, അതായത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കാണുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ ചെറിയ ട്രോഫി ഇതെടുത്ത് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പല ഇതളുകളും പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ലുക്കിലേക്കാരും കുറച്ച് കഴിഞ്ഞാൽ കാണാം. ഇനി എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്താണെന്ന് വെച്ചാൽ അത് കാണിച്ചു തരാം. നമ്മുടെ ഈ ഉരുട്ടി ഉണ്ടാക്കുന്ന സാധനം. പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടും ഉണ്ടാക്കിയത് വെച്ച് കാണാൻ വളരെ ക്യൂട്ടായിട്ട് തോന്നിയ സാധനം കേട്ടോ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അത് എന്താണെന്നറിയോ? നമ്മുടെ സവാള എന്നൊക്കെ ചിരിച്ചിട്ട് പറയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ സവാള എടുത്തിട്ട് ഉപയോഗിച്ച് വെച്ചാൽ പിന്നെ എന്തായാലും നമ്മൾ കരഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. അങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കൊക്കെ ഇഷ്ടമല്ല. ഡെയിലി ഞാൻ സവാള എടുത്ത് കരയുന്ന ഒരാളാണ്. എന്താ ചെയ്യുക, സവാള ഞാൻ തമ്മിൽ അത്ര വലിയ ബന്ധത്തിലാണ്, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പിന്നെ വലിയ കാര്യത്തിൽ സവാളൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഉണ്ടാക്കി വെച്ച് കളറടിക്കാൻ നോക്കുമ്പോൾ സവാളയുടെ കളർ എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ChatGPTയോടൊക്കെ ചോദിച്ച് ഏകദേശം ഒരു ലാവൻഡർ കളർ എനിക്ക് കിട്ടി. പക്ഷെ ലാവൻഡർ കളർ കിട്ടിയതും പോരാ, അതങ്ങനെ സെറ്റായില്ല എന്ന് വേണം പറയാൻ. കാരണം ഉള്ളി ഒരു വയലറ്റ് അല്ലെങ്കിൽ വൈറ്റ് അങ്ങനെ ഒരു റോസ് അങ്ങനത്തെ ഒക്കെ ഒരു കളറിലല്ലേ. പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ്. ഞാൻ എത്ര തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ആ ഒരു ഉള്ളിയുടെ എക്സാക്റ്റ് കളർ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ കളറടിക്കുന്ന വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. എന്തായാലും എൻ്റെ സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ അറ്റത്ത് കുത്തിയിട്ടെടുക്കുന്ന നമ്മുടെ വേരുള്ള ഭാഗമാണ് കേട്ടോ, അത് ഈ കുത്തിയിട്ട് അതൊക്കെ ഭയങ്കര രസമായിട്ടുണ്ടാവും. ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും സിമ്പിളായിട്ടും അതേപോലെ തന്നെ ക്യൂട്ടായിട്ടും തോന്നിയൊരു സാധനമുണ്ട് ഈ സവാള. ഇതിൻ്റെ പെയിൻ്റ് അടിച്ച് വരുമ്പോൾ ലുക്കൊക്കെ നന്നായി മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കിയ ഐറ്റംസ് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.